ഐഷപ്പറ്റി തന്നെ വരണം. പാർട്ടി മാറിയത് പാർട്ടി ഏതോ ആയിക്കോട്ടെ, വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്. പാർട്ടി എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരിയാ. പക്ഷെ പാർട്ടി മാറി ഒന്ന് വിഷയമല്ല. പക്ഷെ ഐഷപ്പറ്റി കൊട്ടാരക്കര വരണം. ഇന്ന പാർട്ടി അങ്ങനെ പാർട്ടി അങ്ങനൊന്നും ഇല്ല. ഏത് പാർട്ടിക്കാരും ഞാൻ പണ്ടുതൊട്ടേ എന്റെ ആങ്ങളെ പണ്ടുതൊട്ടേ കമ്മ്യൂണിസ്റ്റ് തന്നെ. ജയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. ശക്തമായ വിജയപ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് ബിജെപി വന്നാലും വികസനം ഉണ്ടാവും. എന്തായാലും സ്ഥാനാർത്ഥിയുടെ ഒരു ആത്മവിശ്വാസം അത് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. അവരുടെ ആ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എത്രത്തോളം ഉണ്ട് ബിജെപിയുടെ ഒരു ആത്മവിശ്വാസം? തീർച്ചയായിട്ടും ജയിക്കും. ഇത്തവണ കൊട്ടാരക്കരയിൽ നമ്മൾ ജയിക്കും. താമര ജയിക്കും. എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? പ്രചാരണമൊക്കെ ചേട്ടാ, ഈ ബിജെപിയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ അഴിമതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഴിമതിയാണ്. കാരണം എല്ലായിടത്തും എല്ലാ സർവ്വ സ്ഥലത്തും അഴിമതിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും പിന്നെ അതേപോലെ തന്നെ ഏത് മേഖല നോക്കിയാലും അഴിമതിയാണ്. ഇപ്പൊ തന്നെ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് 1.5 കോടി രൂപയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് പണി വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ അതിന് ചിലവാകില്ല. അതിന് 1.25 കോടിയാണ് ഈ പറഞ്ഞ ഊരാളുകൾ സൊസൈറ്റി കൊടുത്തേക്കുന്നത്. അത്രയും മുന്നിൽ കാണുന്ന അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സോഹോ പോലുള്ള കമ്പനികളൊക്കെ IT കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അയാളുടെ ഈ ബാലഗോപാൽ എന്ന് പറയുന്നത് മന്ത്രിയുടെ കഴിവൊന്നുമല്ല. അവർ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു, അവർക്ക് അതിന്റെ ലാഭം ഉണ്ടാകുന്നു പോകുന്നു. അല്ലാതെ വേറെ ഇവിടെ യാതൊരു വികസനം കൊടുത്തു നടന്നിട്ട് കുറെ കല്ല് മാത്രമുണ്ട്. എയർപോർട്ടിന് വരെ ഇവിടെ കല്ലിട്ടിട്ടുണ്ട്. പക്ഷെ കല്ലിടാൻ ആർക്കും പറ്റും. ഇതൊക്കെ നടപ്പാക്കാൻ പറ്റത്തില്ല. ബൈപ്പാസ് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 25 വർഷത്തോളമായി ഈ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞതൊക്കെ. അതേപോലെ മാറ്റം വരണം എന്നുള്ളത് തീർച്ചയാണ്. മാറ്റം വരണമെങ്കിൽ BJP വന്നിട്ട് BJP ഒക്കെ ഇന്നിപ്പോ പറയുകയാണോ നാളെ രാവിലെ ഇന്ന് നടത്തിയിരിക്കും. അതായത് ഇപ്പം ഹൈവേ തന്നെ ഹൈവേ പണിയെന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്ന പാർട്ടിയാണ് BJP വന്നാലും വികസനം ഉണ്ടാവുന്നുണ്ട്. ഹൈവേ ആയാലും ഏത് പ്രവർത്തനമായാലും. ചേട്ടാ, കൊട്ടാരക്കരയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം NDAയുടെ പ്രവർത്തനമാണ് ഇന്ന് കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഒന്നാമതായി തന്നെ മുന്നേറി നിൽക്കുന്നത്. ശക്തമായ വിജയപ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് ഐഷാപ്പറ്റി ഇവിടെ നിന്ന് പോകുന്നു. എന്തായാലും അവരെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചേച്ചി, ഇത്തവണ ഐഷാപ്പറ്റി തന്നെ വിജയിക്കോ? ആഗ്രഹമുണ്ടോ വരണമെന്ന്? ഈ പാർട്ടിയൊക്കെ മാറി വന്ന ആളാണല്ലോ. അപ്പൊ എത്രത്തോളം ഉണ്ട് ആ ഒരു പ്രതീക്ഷ? വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പാ LDF വരാനാ സാധ്യത എന്നൊക്കെ പറയുന്നു. അതൊക്കെ പറയുന്നതാണ്. ഐഷ തന്നെ ജയിക്കും. പ്രതീക്ഷ ജയിച്ചാ കൊള്ളാം. ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും. ജയിച്ചാ ഞങ്ങൾക്ക് എന്തോ ഒരു സഹായം ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനിപ്പോ. ഇഷ്ടമാണോ ഐഷപ്പറ്റി? ഇഷ്ടാ. ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം. വീടൊക്കെ അറിയാം. ഈ പാർട്ടി മാറി വന്ന ഒരാളല്ലേ, അപ്പൊ അത്രത്തോളം സ്വീകാര്യത ലഭിക്കോ ഈ പാർട്ടി മാറി? എന്റെ വീട്ടിലുള്ളവരെല്ലാരും ഈ കമ്മ്യൂണിസ്റ്റ് തന്നെ. ഞാൻ നിങ്ങളുടെ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ കൊട്ടാരക്കര, അതിന് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഐഷപ്പറ്റി കോൺഗ്രസിലായാലും ആ ഒരു വിശ്വാസം എനിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇന്ന പാർട്ടി അങ്ങനെ പാർട്ടി അങ്ങനെയൊന്നും ഇല്ല. ഏത് പാർട്ടിക്കാരും ഞാൻ പണ്ടുതൊട്ടേ എന്റെ ആങ്ങളെ പണ്ടുതൊട്ടേ കമ്മ്യൂണിസ്റ്റ് തന്നെ. മരിച്ചു പോയെങ്കിലും ഈ കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാ. അപ്പൊ ആങ്ങളെ മരിച്ചുപോയി, അതിന്റെ നാത്തൂനും ഉണ്ട്. അവര് കമ്മ്യൂണിസ്റ്റ്. പറഞ്ഞു വരുന്നത് നമ്മൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ പാർട്ടി മാറിയാൽ അതെങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. പാർട്ടി മാറിയാലൊന്നും പ്രശ്നമില്ല, ഐഷാപ്പറ്റി എവിടെയാണോ അവിടെ ഞങ്ങളുണ്ട് എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണം. ചേച്ചി, എങ്ങനെയുണ്ട് ഐഷാപ്പറ്റിയുടെ ജയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അതെന്താ ഇത്ര ഇഷ്ടം? ഐഷാപ്പറ്റി ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇപ്പോഴത്തെ ഭരണം അങ്ങനല്ലയോ, ഭരണം അങ്ങനല്ലയോ, അതുകൊണ്ടാ മാറ്റം ഉണ്ടാവും. കോൺഗ്രസ് മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുന്ന. ഞാനൊരു അസുഖക്കാരിയാ, ക്യാൻസർ രോഗിയാ. എന്തെങ്കിലുമൊക്കെ സഹായം അവരിൽ നിന്നൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒന്നും സഹായങ്ങളും ഇപ്പൊ എന്താ 1000 രൂപ കണ്ട് അതും ഇപ്പൊ കിട്ടുന്നില്ല. ഈ മെഡിക്കൽ കോളേജില് 1000 രൂപ കിട്ടുന്നത് അത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിൽ ഇരിക്കുക. പെൻഷനൊക്കെ കിട്ടുന്ന ആളാണോ? പെൻഷൻ കിട്ടാറുണ്ടോ കറക്റ്റ്? അപ്പൊ എങ്ങനെയാണ് പെൻഷന്റെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ LDF സർക്കാർ ഉണ്ടെങ്കിലേ പെൻഷൻ കിട്ടൂ എന്നൊക്കെയാണ് പറയുന്നത്. LDF വന്നാൽ 3000 രൂപ പെൻഷൻ കൊടുക്കും പറയുന്നുണ്ട്. അപ്പൊ ആര് വരണം? ഐഷപ്പറ്റി തന്നെ വരണം. അതാണ് നമ്മുടെ ഉറപ്പെന്താ?
കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരിച്ചിരുന്ന കൊട്ടാരക്കര ഭരിച്ചിരുന്നപ്പോൾ നല്ല പ്രവർത്തനങ്ങളാ ചെയ്തത്. നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റിലായിരുന്ന സമയത്ത് ചെയ്യേണ്ടത് മൊത്തം ചെയ്തു. കൊട്ടാരക്കര ഹോസ്പിറ്റല് എല്ലാം അവർ തന്നെ കൊട്ടാരക്കര നല്ല നമ്മുടെ സബ് സ്റ്റേഷൻ ആയാലും ഏത് കാര്യങ്ങളായാലും ചെയ്തത് പിന്നെ ഐഷപ്പൂറ്റി ഉറച്ചു തന്നെ ഞാൻ പറയും. എനിക്ക് പാർട്ടി മാറിയതൊന്നും ഒരു വിഷയമാവില്ല. പാർട്ടി മാറിയത് പാർട്ടി ഏതോ ആയിക്കോട്ടെ, വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്. പാർട്ടി എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരിയാ. പക്ഷെ പാർട്ടി മാറി ഒന്ന് വിഷയമല്ല. പക്ഷെ ഐഷപ്പൂറ്റി കൊട്ടാരക്കര വരണം. ഈ LDF-ന്റെ ഭരണം, മൂന്നാം പിണറായി സർക്കാർ, ഇതൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയം. എങ്ങനെയാണ് നമുക്ക് LDF ആയിട്ട് എനിക്ക് ഇപ്പൊ ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടമല്ല ആ ഭരണം അവരുടെ നയങ്ങള് മാറിപ്പോയി. പണ്ടത്തെ നയമല്ല. പണ്ട് പിന്നെ അച്യുതാനന്ദനും EMS ഒക്കെ ഭരിച്ച ഭരണമല്ലല്ലോ ഇപ്പൊ അവരിപ്പം ഭരിക്കുന്നേ. പിണറായി എന്ന് കേൾക്കുമ്പോ എന്താ തോന്നുന്നു? പിണറായി എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്തോ ഇഷ്ടമല്ല എന്നും അവര് പിന്നെ മൊത്തം ഭരിച്ച് മുടിച്ച് നശിപ്പിച്ചിട്ടിട്ട് അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മൊത്തം ഞങ്ങളാ ചെയ്യുന്നതെന്നാ അവര് പറയുന്നത്. പക്ഷെ കൊട്ടാരക്കരയാക്കിയത് കൊടിക്കുന്നിൽ സുരേഷും ഐഷാപ്പൂറ്റിയും. അത് നമ്മൾ ഉറച്ചു തന്നെ ഞാൻ പറയും. അവരും ഉണ്ടെന്ന് അവിടെ ഇടാൻ തറയിടാം, അവര് കല്ലിടുന്നു ഇവിടെ കല്ലിടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തതാരാ? ഐഷാപ്പൂറ്റിയാ. ആ തീരുമാനം എല്ലാ ജനങ്ങളും ചെയ്യട്ടെ, നന്മയായിട്ട് വോട്ടുകൾ ഐഷാപ്പൂറ്റിക്ക് കിട്ടട്ടെ എന്ന് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളാ, അപ്പോഴും നമുക്ക് നല്ലൊരു ഞങ്ങൾക്ക് ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ പോകാൻ ഒരു നല്ല ഭരണം ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഐഷാപ്പൂറ്റിക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത്. ഒരു പ്രസ്ഥാനം എന്നതിനേക്കാൾ ഉപരി ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണ് എന്നതാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും പാർട്ടി മാറ്റമൊന്നും വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും LDF UDF എന്നുള്ള ശക്തമായിട്ടുള്ള മത്സരം, അതിനിടയിൽ NDAയുടെ വലിയൊരു വളർച്ച, അതൊക്കെ തന്നെയാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച് വലിയ ചർച്ചാ വിഷയമാകുന്നത്. തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അന്ന് ജനം വിധി എഴുതുമ്പോൾ ആരായിരിക്കും ഇവിടെ എന്നുള്ള ചോദ്യം ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമാണ് ബാക്കി. മാം, എത്രത്തോളം ഉണ്ട് വിജയ പ്രതീക്ഷ? നല്ല പ്രതീക്ഷ തന്നെയാണ്. ജനങ്ങള് നല്ല പ്രതികരണമാണ്. അപ്പോ മുമ്പും ഞാൻ എല്ലാപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോ തിരിച്ചു വീണ്ടും വന്നതിൽ അവർക്ക് നല്ല സന്തോഷമുള്ള പോലെയാണ് തോന്നിയത്. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മാറ്റമുണ്ടല്ലോ, ഇപ്പൊ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടി മാറി എന്നുള്ളൊരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുക? ഈ പാർട്ടി മാറിയൊന്നും ജനങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. അത് അപ്പുറത്തിരിക്കുന്ന പാർട്ടി പറഞ്ഞു പ്രചരിപ്പിക്കുന്നതേ ഉള്ളൂ. അതിലൊരു കാര്യവും ഇല്ല. ജനങ്ങൾ എപ്പോഴേ ഈ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീകളെ ഒരുപാട് അവസരം കൊടുക്കുന്ന, ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയാണ് അത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർട്ടി മാറ്റം കൂടെ വരുമ്പോൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന പാർട്ടി ആണെങ്കിൽ കഴിഞ്ഞ തവണ MLA സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹം ജയിച്ചു വന്ന് മന്ത്രിയായി കഴിഞ്ഞ് ഞാൻ മാറി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്നു വെച്ച ഒരു പദ്ധതിയോ ജനകീയമായ ഒരു മുഖത്തോ ഞാൻ ചെല്ലണ്ട എന്നൊരു തീരുമാനം എടുത്ത് ഒരെണ്ണത്തിലും എന്നെ പങ്കെടുപ്പിക്കാതെ എന്റെ പേര് പോലും പറയാതെ പോയി നല്ല പോലെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. അപ്പൊ അത് ആദ്യമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ പലരും എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശരിയാണെന്ന്. കാരണം പലതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ രീതിയിൽ മുമ്പിരുന്നവർ ചെയ്തതാണെന്ന് അവരെയൊക്കെ പങ്കെടുപ്പിച്ചാൽ ഞങ്ങളൊക്കെ ചെയ്യാറ്. ഇതൊന്നും അല്ലാതെ പൊതുമണ്ഡലത്തിൽ പൊതുവായി ജനങ്ങളുടെ ഇടയിലുള്ള എനിക്ക് നല്ല ബന്ധമായിരുന്നു ജനങ്ങളുമായിട്ട്. ആ ജനകീയതയെ കൂടി അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്.